രാവിലത്തെ തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ വെറും 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ദോശൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പൊടിയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോപ്പറിലിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബാറ്റർ എന്ന് വെച്ചാൽ നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ബാറ്ററിന് ഒട്ടും കട്ടി പാടില്ല, നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഈ ഒരു ദോശ എന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് പേപ്പർ പോലെ ഇരിക്കും. അപ്പോൾ അതാ ഞാനിതിവിടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് തന്നെയാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിനി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഡയറക്റ്റ് ചുട്ടെടുക്കാൻ തുടങ്ങാം. ഇനി മാവിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാറ്റർ നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശക്കുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടിയത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് മാവ് തവൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മാവ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചതിൻ്റെ ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. കയ്യിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ആ ഗ്യാപ്പിലൊക്കെ നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ദോശൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇതുപോലെ നെയ്യോ ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ദോശ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചട്നീൻ്റെയോ കറീൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ദോശ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശമാവിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല തിരക്ക് പിടിച്ച സമയങ്ങളിലും അതുപോലെ തന്നെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.